ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഇന്നത്തെ കഥ മൂകാംബിക ദേവിയെക്കുറിച്ചുള്ളതാണ്. കർണാടക സംസ്ഥാനത്ത് ഉടുപ്പി ജില്ലയിൽ കൊല്ലൂർ എന്ന സ്ഥലത്ത് സൗവർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മൂകാംബിക ക്ഷേത്രം. മൂകാംബിക ദേവി എന്നറിയപ്പെടുന്ന മാതൃദേവതയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത്. മഹാകാളി, മഹാസരസ്വതി, മഹാലക്ഷ്മി എന്നീ ഐക്യരൂപേണയുള്ള ആദിപരാശക്തിയാണ് ദേവി മൂകാംബിക. ഒരിക്കൽ തമ്പാസുരൻ എന്ന പേരുള്ള ഒരു അസുരൻ അമൃതം നേടുന്നതിനായി മൃത്യുഞ്ജയ പരമേശ്വരനെ പ്രാർത്ഥിച്ച് ശക്തികൾ നേടിയിരുന്നു. ദേവന്മാരും സപ്തഋഷികളും ഈ അസുരൻ്റെ ശല്യം കാരണം കുടജാദ്രിയിൽ അന്നറിയപ്പെട്ടിരുന്ന മഹാരണ്യപുരത്ത് ഒളിച്ചിരുന്നു. സപ്തഋഷികൾ ഈ അസുരൻ്റെ അന്ത്യത്തിനായി യജ്ഞം ആരംഭിച്ചപ്പോൾ ഗുരു ശുക്രാചാര്യർ കമ്പാസുരനെ വധിക്കുന്നത് ഒരു സ്ത്രീയായിരിക്കുമെന്ന് അസുരനെ അറിയിച്ചു. കമ്പാസുരൻ വീണ്ടും പരമേശ്വരനെ തപസ് ചെയ്ത് ധ്യാനിച്ചു. വീണ്ടും പരമേശ്വരൻ കമ്പാസുരനിൽ പ്രസാദിച്ച് പ്രത്യക്ഷനായി. അപ്പോൾ വാഗ്ദേവിയുടെ ചൈതന്യത്താൽ പരാശക്തി ലോകരക്ഷാർത്ഥം ഈ അസുരനെ മൂകനാക്കി മാറ്റി. പിന്നീട് ഈ അസുരൻ മൂകാസുരൻ എന്നറിയപ്പെട്ടു. ദുഷ്ടനായ മൂകാസുരൻ യജ്ഞങ്ങളെയും കോലമഹർഷിയെയും ദേവീഭക്തന്മാരെയും ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അതിനാൽ കോലമഹർഷി പാർവതി ദേവിയെ ധ്യാനിച്ച് സഹായം തേടി. ദേവി പാർവതി ത്രിമൂർത്തികളുടെയും ദേവന്മാരുടെയും ശക്തികൾ ചേർത്ത് ആദിപരാശക്തി രൂപത്തിൽ മൂകാസുരനെ വധിച്ച് മോക്ഷം കൊടുത്തു. ഇതിലൂടെ ദേവി മൂകാംബിക എന്നറിയപ്പെട്ടു. ഈ ശക്തി പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രത്തിൽ സ്വയ ഉദ്ഭവ ജ്യോതിർലിംഗത്തിൽ ചേർന്നു. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ജഗദ്ഗുരു ആദിശങ്കരാചാര്യർക്ക് കുടജാദ്രിയിൽ ദേവി ചൈതന്യം അനുഭവപ്പെട്ടു. ധ്യാനത്തിലിരുന്ന ശ്രീ ആദിശങ്കരാചാര്യർ അമ്മയെ ദർശിച്ചു. അമ്മ പ്രത്യക്ഷപ്പെട്ട് വരം കൊടുക്കാൻ തയ്യാറായി. അമ്മയോട് ശങ്കരാചാര്യർ ദേവി സരസ്വതിയുടെ ക്ഷേത്രം കേരളത്തിൽ എവിടെയുമില്ലെന്നും തന്നോടൊപ്പം അമ്മ കേരളത്തിൽ വരണമെന്നും അപേക്ഷിച്ചു. ആദിശങ്കരരുടെ ഭക്തിയിൽ അമ്മ സംപ്രീതയായി. എന്നാൽ അമ്മ ഒരു നിബന്ധന വെച്ചു. മുന്നിൽ നടക്കണമെന്നും പിന്തിരിഞ്ഞ് ദേവിയെ നോക്കരുതെന്നും. അങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ ദേവി അപ്രത്യക്ഷമാകും എന്നതായിരുന്നു നിബന്ധന. ശങ്കരാചാര്യർ അത് സമ്മതിച്ച് മുന്നിൽ നടന്നു. ദേവിയുടെ പാദസര ശബ്ദം കേൾക്കുന്നതുകൊണ്ട് ദേവി കൂടെ വരുന്നുണ്ടെന്ന് ശങ്കരാചാര്യർ മനസ്സിലാക്കി. അങ്ങനെ അവർ നടന്ന് സൗവർണിക നദിയുടെ തീരത്തെത്തിയപ്പോൾ ദേവിയുടെ പാദസര ശബ്ദം കേൾക്കാതെയായി. ആദിശങ്കരൻ്റെ മനസ്സിൽ ദേവി തൻ്റെ പുറകിലില്ല എന്ന് സംശയമുണ്ടായി. അദ്ദേഹം അറിയാതെ തിരിഞ്ഞു നോക്കുകയും ചെയ്തു. അമ്മ അവിടെ ശിലയായി സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു. ശങ്കരാചാര്യർ മനമുരുകി യാചിച്ചു. മനസ്സലിഞ്ഞ ദേവി എന്നും രാവിലെ താൻ ചോറ്റാനിക്കരയിൽ ദർശനം നൽകുമെന്നും ഉച്ചതിരിഞ്ഞ് മൂകാംബികയിൽ എത്തുമെന്നും അറിയിച്ചു. ദേവി പറഞ്ഞതനുസരിച്ച് ആദിശങ്കരർ പഞ്ചലോഹത്താൽ നിർമ്മിച്ച ദേവിയുടെ വിഗ്രഹം ശ്രീചക്രത്തിൻ്റെ മുകളിൽ ഉദ്ഭവലിംഗത്തിൻ്റെ പിറകിൽ പ്രതിഷ്ഠിച്ചു. ശ്രീചക്രം പരമേശ്വരൻ തൻ്റെ കാലിൻ്റെ പെരുവിരലാൽ വരച്ചതാണെന്നാണ് വിശ്വാസം. ജ്യോതിർലിംഗത്തിൻ്റെ ഇടതുവശം ദേവിമാരായ ലക്ഷ്മി, പാർവതി, സരസ്വതി ദേവിമാരും വലതുവശത്ത് ബ്രഹ്മാവ്, മഹാവിഷ്ണു, ശ്രീ പരമേശ്വരൻ ആണ് എന്നാണ് ഐതിഹ്യം. കുടജാദ്രിയിൽ ശങ്കരാചാര്യർ ധ്യാനത്തിലിരുന്ന സ്ഥലം അംബാവനം എന്നും ചിത്രമൂലം എന്നും അറിയപ്പെടുന്നു. പത്മാസനത്തിലിരുന്ന് ത്രിനേത്രങ്ങളോടും 4 കൈകളോടും കൂടി ശംഖും ചക്രവും ഏന്തിയാണ് അമ്മ ദർശനം നൽകുന്നത്. ഒരിക്കൽ രോഗബാധിതനായി കിടന്ന ശങ്കരാചാര്യർക്ക് നൽകാൻ കഷായവുമായി അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം. ഇതിൻ്റെ സ്മരണയിൽ ക്ഷേത്രത്തിൽ ഇന്നും കഷായ പ്രസാദം നൽകി വരുന്നു. നന്ദി, നമസ്കാരം.